ഇന്ന് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പച്ചമുളക്, പിന്നെ നെല്ലിക്ക 3 എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 വലിപ്പമുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാലും മതി കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ എളുപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടതാണ്. പിന്നെ ഇതിൽ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി മറന്നുപോയി, അതുകൊണ്ട് അവസാനമായിട്ടെ. പിന്നെ നമ്മൾ നാളികേരം ഇടാം. ഒരു 3-4 പിടി നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഉപ്പിടുക ആവശ്യത്തിന്. ഉള്ളിയുടെ കാര്യം മറക്കണ്ട. ഉള്ളി പിന്നെ അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഒരു 3-4 ഉള്ളിയും കൂടെ ചേർക്കുക. അപ്പോൾ ഉള്ളി ആദ്യമേ തന്നെ ചേർക്കാം കേട്ടോ. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചാൽ മതി. അങ്ങനെ എല്ലാതും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നെല്ലിക്ക ഇതിപ്പോൾ 3 നെല്ലിക്കയിലേക്കുള്ള അളവാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. ഇനി നെല്ലിക്ക കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകും നാളികേരമൊക്കെ ഇതിനേക്കാളും കൂടുതലെടുക്കാം. അപ്പോൾ ചമ്മന്തി ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമാണ്. നല്ല മാങ്ങ ചമ്മന്തി പോലെ തന്നെ തോന്നുന്നുണ്ടോ? നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. ഇന്ന് കഞ്ഞിയുടെ കൂടെ ഇതാണ് കഴിക്കുന്നത്. കടലുപ്പേരി ഉണ്ട്, പിന്നെ നെല്ലിക്ക ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ മസാല പപ്പടം. ചൂടുള്ള കഞ്ഞിയും കറികളും സൂപ്പർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.